നാമത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് അനേകരിൽ നിന്നും പിശാചുക്കൾ വിട്ടുപോയി. ഈ ധന്യമുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ച നഗരത്തിലാണ് നാം ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. പുരാതന കഫർനാം നഗരത്തിന്റെ ഭാഗങ്ങളാണ് ഇത്. വലിയൊരു നഗരമായിരുന്നു ഇത്. പിന്നീടുണ്ടായ ഭൂകമ്പത്തിൽ നഗരം നശിക്കുവാൻ ഇടയായി. അതിനുശേഷമുള്ള കഫർനാം നഗരത്തിന്റെ തിരുശേഷിപ്പുകളാണ് നാം കാണുന്നത്. പത്രോസിന്റെ മീൻകൂട്ടിയുള്ള ഭക്ഷണത്തിനായി എല്ലാവരും സെന്റ് പീറ്റേഴ്സ് റെസ്റ്റോറന്റിലേക്ക്. ഇവിടെ വരുന്നവർ ഗലീലി തടാകത്തിലെ ബോട്ട് യാത്രയ്ക്ക് ശേഷം പത്രോസിന്റെ മത്സ്യം ചേർത്തുള്ള ഭക്ഷണം കഴിക്കാറുണ്ട്. അത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്.
5 അപ്പം 5000 പേർക്ക് വിളമ്പുകയുണ്ടായി. അപ്പം വർദ്ധിപ്പിച്ച തബ്ക എന്ന സ്ഥലം സന്ദർശിക്കുവാനാണ് എല്ലാവരും പോകുന്നത്. തബ്കയിലെ ദേവാലയ കവാടമാണ് നാം ഇപ്പോൾ കാണുന്നത്. അനേകം ആളുകൾ ഒരുമിച്ച് ചേർന്ന് ജ്ഞാനസ്നാനത്തിനായി കടന്നു വന്ന അവസ്ഥയിൽ 4 പേർക്ക് ഒരുമിച്ചിരുന്ന് സ്നാനം സ്വീകരിക്കാവുന്ന രീതിയിലാണ് ഇവിടുത്തെ ജ്ഞാനസ്നാനത്തൊട്ടി. അപ്പം വർദ്ധിപ്പിക്കുന്നു. പകൽ അസ്തമിച്ചു തുടങ്ങിയപ്പോൾ സ്ലീഹന്മാർ 12 പേരും അവന്റെ അടുക്കൽ വന്ന് അവനോട് പറഞ്ഞു, നാം വിജനപ്രദേശത്തായതുകൊണ്ട് നാട്ടിൻപുറങ്ങളിലും ഗ്രാമങ്ങളിലും പോയി താമസിക്കുന്നതിനും ഭക്ഷണ സാധനങ്ങൾ വാങ്ങുന്നതിനും ജനങ്ങളെ പറഞ്ഞുവിടുക. അവൻ പ്രതിവചിച്ചു, നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കുകയും. അവർ പറഞ്ഞു, ഞങ്ങളുടെ പക്കൽ 5 അപ്പവും 2 മത്സ്യവും മാത്രമേ ഉള്ളൂ. ഈ ജനങ്ങൾക്കെല്ലാം ഭക്ഷണം വാങ്ങണമെങ്കിൽ ഞങ്ങൾ പോയി വാങ്ങിക്കൊണ്ടുവരണം. അവർ ഏകദേശം 5000 പുരുഷന്മാരുമായിരുന്നു. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, 50 വീതം പന്തികളിലാക്കി അവരെ ഇരുത്തുവിൻ. അവർ അങ്ങനെ ചെയ്തു. എല്ലാവരെയും ഇരുത്തി. അപ്പോൾ അവൻ 5 അപ്പവും 2 മീനുകളും എടുത്ത് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി ആശീർവദിച്ച് മുറിച്ച് ജനങ്ങൾക്ക് വിളമ്പാനായി ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. ബാക്കി വന്ന കഷ്ണങ്ങൾ അവർ 12 കുട്ടകളിൽ ശേഖരിച്ചു. ഈ ധന്യമുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ച തബ്കയിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. ഇതാണ് മുന്തിരിച്ചക്ക്. ഇതിന് നടുവിലുള്ള തിരിക്കൽ ഉപയോഗിച്ചാണ് ആദിമകാലത്ത് മുന്തിരിനീരും ഒലിവുകായകളിൽ നിന്ന് ഒലിവെണ്ണയും എടുത്തിരുന്നത്. ബൈബിളിൽ പഴയ നിയമത്തിൽ പറയുന്ന തിരിക്കല്ലാണ് ഇത്. ഈ തിരികല്ല് കെട്ടി ആളുകളെ കടലിൽ താഴ്ത്തുന്നതിനെ കുറിച്ചാണ് ഈശോ പലപ്പോഴും പ്രതിപാദിക്കുന്നത്. നീ മറ്റുള്ളവർക്ക് പാപഹേതുവാവുകയാണെങ്കിൽ കഴുത്തിൽ ഒരു തിരികല്ല് കെട്ടി കടലിൽ താഴ്ത്തുകയാണ് നല്ലത് എന്ന് ഈശോ പറയുകയുണ്ടായി. ആ തിരികല്ലാണ് ഇത്. തബ്ക സന്ദർശിച്ച ശേഷം നമ്മൾ യേശു ഉത്ഥാനത്തിന് ശേഷം ശിഷ്യന്മാരോടൊപ്പം ഭക്ഷണം കഴിച്ചതും പത്രോസിന് അധികാരം നൽകിയതുമായ സ്ഥലത്തേക്കാണ് നീങ്ങുന്നത്. Concentration mainly Caesarea, which is the north of the country. When Jesus he asked his disciples, "What about me?" Peter is the only one who told him, "You are the Messiah." The Messiah in Aramaic it means the only one who denied Jesus for 3 times. And after his denying and Jesus' resurrection, ഈ കാണുന്നത് യേശുയിരുന്ന പാറയാണ്. ഇതാണ് പത്രോസിന് പ്രാമുഖ്യം നൽകിയ സ്ഥലം. ഇവിടെ വെച്ചാണ് യേശു പത്രോസിനോട് പറഞ്ഞത്, പത്രോസേ, നീ പാറയാകുന്നു. നീയാകുന്ന പാറയുടെ മുകളിൽ എന്റെ ആലയം പണിയും. സഭയുടെ അധികാരം പത്രോസിന് നൽകിയ പുണ്യഭൂമിയാണ് ഇത്. യേശുവാണ് പത്രോസിന് സഭയുടെ അധികാരം നൽകിയത്. അഭിഷിക്തനായ പത്രോസിന്റെ പിന്തുടർച്ചക്കാരനാണ് ഇപ്പോഴത്തെ മാർപ്പാപ്പമാർ. ഇവിടെ തന്നെയാണ് ഉത്ഥാനത്തിന് ശേഷം ഈശോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നതും അവരോടൊന്നിച്ച് മത്സ്യം ഭക്ഷിക്കുകയും ചെയ്യുന്നത്. ഉത്ഥാനത്തിന് ശേഷം ശിഷ്യന്മാരോടൊത്ത് ഭക്ഷണം കഴിച്ച പാറ ഈ ദേവാലയത്തിലാണ്. ഈ പാറയ്ക്ക് ഈശോയെക്കുറിച്ചും പത്രോസിനെക്കുറിച്ചും വളരെയേറെ കാര്യങ്ങൾ നമ്മോട് പറയുവാനുണ്ട്. ഈ കാണുന്നത് ഗലീലി തടാകമാണ്. ഈ തടാകത്തിൽ എല്ലാവരും ഇറങ്ങി
സ്നാപക യോഹന്നാൻ ഈശോയ്ക്ക് ജ്ഞാനസ്നാനം നൽകിയ ഇടമാണിത്. ഈ ജോർദാൻ നദിയിലെ ഈശോയുടെ സാന്നിധ്യം ഹൃദയത്തിൽ ഒരു ജോർദാൻ അനുഭവം ഉണ്ടാക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും. നമ്മുടെ വാഹനം ജോർദാൻ നദി ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുന്നു. യേശു ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ ഗലീലയിൽ നിന്നും ജോർദാൻ നദിയുടെ കരയിലേക്ക് വന്നു. ഞാൻ നിന്നിൽ നിന്നും ജ്ഞാനസ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എന്റെ അടുക്കൽ വരുന്നുവോ എന്ന് പറഞ്ഞുകൊണ്ട് യോഹന്നാൻ അവനെ തടഞ്ഞു. എന്നാൽ ഈശോ പറഞ്ഞു, ഇപ്പോൾ ഇത് സമ്മതിക്കുക, അങ്ങനെ സർവ്വനീതിയും പൂർത്തിയാക്കുക. അപ്പോൾ സ്നാപക യോഹന്നാൻ അവന് സ്നാനം നൽകാൻ സമ്മതിച്ചു. സ്നാനം കഴിഞ്ഞപ്പോൾ